ദൈവമേ, ഫോണ് തുറന്നാ എന്താ അടിയും ബഹളവും കുത്തും കൊലപാതകവും. ഹായ്, ഇതാര്? കേറി വാ. പുതുപ്പെണ്ണിനെ കാണാൻ വന്നതായിരിക്കും അല്ലേ? ഇരിക്കും. മോളെ അശ്വതി, ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി വന്നേ. നിന്നെ കാണാൻ ആരൊക്കെ വന്നെന്ന് നോക്കേ. കള്ളക്കിളവി രാവിലെ തന്നെ ആരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ മടുത്ത് വന്ന് ഓരോ ആൾക്കാര്. വന്നേ മോളെ, ഇവിടെ ഇരുന്നേ. ഇതാണ് എന്റെ അശ്വതി മോ. എത്ര കല്യാണോരചന വന്നിട്ടെന്ന എന്റെ ഈ സുന്ദരി കുട്ടിയെ എനിക്ക് കിട്ടിയത്. ആ മോൾ ഒരാഴ്ച കഴിയുമ്പോ ഗൾഫിൽ പോവേ. പിന്നെ ഞാനല്ലേ കൂട്ട്. ഓ, ഷാമ്പൊക്കെ തേച്ചേ കുളിക്കുള്ളൂ. ദിവസം രാവിലെ എണീറ്റ് കുളിക്കും. പഠിച്ചു പെഡിഗിരിയാ മോള്? പെഡിഗിരി അല്ല, പ്രീഡിഗിരിയാ. ഇപ്പം പേരൊക്കെ മാറ്റി. നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പെഡിഗിരി ആയിരുന്നു. ഓ, അതങ്ങനെയൊക്കെ തന്നെ സുലോചന ചേച്ചിയെ. പിന്നെ മക്കൾ ഹണിമൂണൊന്നും പോയില്ലേ? അടുത്ത ആഴ്ച അവര് തായ്ലാന്റിൽ ടൂറ് പോവുക. അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? എന്റെ മരുമോളെ ഇഷ്ടപ്പെട്ടോ? 101 പവനാ കിട്ടിയത്. എല്ലാം ഊരി പെട്ടിയിൽ വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ഒന്നും ഇടണ്ടാന്ന്. എന്തിനാ തങ്കക്കുടത്തിന് പൊട്ട്? ശരി, ഞാൻ ഇറങ്ങട്ടെ. പോണോ ചേച്ചി ഇപ്പോ? ഓ ശരി. ഇവിടെ എന്തൊരു കിട്ടിയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് രണ്ടുപേരും കൂടെ. മക്കള് പോയി ഹോർലിക്സ് എടുത്ത് കുടിക്ക്. ശരി. ശരി. നാളെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തണം. ഓ ശരി. മോളെ അശ്വതി, എന്താ വന്നേ? മോളെ, നാളെ നമ്മുടെ ജ്വല്ലറിയിലെ കൊല്ലം വരും. അപ്പൊ നീ നിന്റെ ആഭരണമൊക്കെ എടുത്ത് അമ്മയ്ക്കൊന്ന് തരണം. വേറെ ഒന്നിനുമല്ല, നമുക്ക് അതിനെ ഒന്ന് തൂക്കി നോക്കണം. 916 ആണോ? മക്കളെ അച്ഛനും അമ്മയെ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടല്ല, മക്കൾ എന്നാലും അമ്മയുടെ കയ്യിലൊന്ന് എടുത്ത് തരണം. അമ്മ എല്ലാം നോക്കി മാറ്റൊക്കെ നോക്കിയിട്ട് അമ്മയുടെ അലമാരയിലെടുത്ത് അങ്ങ് ഭദ്രമായിട്ട് വെക്കാം. ചുറ്റും കള്ളന്മാരാണേ.